പ്രിയപ്പെട്ട എല്ലാവർക്കും നമസ്കാരം. ഒരു പുതിയ വീഡിയോയുമായി ഞാൻ വന്നിരിക്കുകയാണ്. ഞാൻ താജ് പത്തനംതിട്ട. ഇത് പ്രിയപ്പെട്ടവർക്ക് ഒരു അവയർനെസ്സിന് വേണ്ടി ഒരു അറിവിലേക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്, മറ്റൊന്നുമല്ല. ഈ കുറച്ചധികം ദിവസങ്ങളായി സോഷ്യൽ മീഡിയ വഴി നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ഈ ഹ്യൂമൻ റൈറ്റ്സ് കോപ്സ് എന്ന സംഘടന ട്രസ്റ്റ് ആക്ട് അനുസരിച്ച് 2019 രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു സംഘടനയാണെന്ന് അവർ പല ഘട്ടങ്ങളിൽ പരാമർശിക്കുന്നുണ്ട്. പക്ഷെ ഇവരുടെ ലെറ്റർ ഹെഡുകളിലൊക്കെ ഇവര് സ്റ്റാറ്റ്യൂട്ടറി ബോഡി അണ്ടർ ലെജിസ്ലേഷൻ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ /NCT ഓഫ് ഡൽഹി ഇൻകോർപ്പറേറ്റഡ് അണ്ടർ ദ ലെജിസ്ലേഷൻ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ എസ്റ്റാബ്ലിഷ്ഡ് ആസ് എ സിവിൽ സൊസൈറ്റി നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ഇങ്ങനെയൊക്കെയാണ് ഇവർ വെച്ചിരിക്കുന്നത്. ഇപ്പോൾ ഇവർ മാറ്റിയിട്ട് പ്രൊട്ടക്ട് ദ ഹ്യൂമൻ റൈറ്റ്സ് ഇങ്ങനെയൊക്കെ വെച്ചിട്ടുണ്ട്. കൂടാതെ അവർ അവരുടെ ഗൂഗിൾ പേ നമ്പർ അവരുടെ വെബ്സൈറ്റ് വഴിയും ഫേസ്ബുക്ക് വഴിയും പ്രചരിപ്പിച്ച് പൊതുജനങ്ങളിൽ നിന്ന് പണം കൈപ്പറ്റുന്നുണ്ട്. പൈസ കൈപ്പറ്റിയ ഇപ്പൊ തന്നെ പിന്നെ വേറെ സംഘടനയുണ്ട്, ഡോക്ടർ ഭീംറാവു അംബേദ്കർ ഗ്ലോബൽ ഫൗണ്ടേഷൻ. ഇതിന്റെ പേരിൽ പല ആളുകൾക്കും ഡോക്ടറേറ്റ് കൊടുക്കാമെന്ന് പറഞ്ഞ് ഇവർ പറ്റിക്കുന്നുണ്ട്. വലിയ എമൗണ്ട് ആണ് വാങ്ങുന്നത്. അപ്പം പൊതുജനങ്ങളെ തട്ടിപ്പിൽ വീഴരുത്. കൂടാതെ പൈസ കൊടുത്തിട്ടുള്ള ഹ്യൂമൻ റൈറ്റ്സ് കോപ്സ് കണ്ടില്ലേ 2000. അതുപോലെ തന്നെ ഇവരുടെ മെയിൻ ആള് സുജാ ശാലോം. ഇവര് വ്യാജമായിട്ട് ഉണ്ടാക്കുന്ന വീഡിയോസ് ഒക്കെ ഷെയർ ചെയ്യുന്ന ഒരു മെയിൻ ഖണ്ഡിയാണ് സുജാ ശാലോം. ഇവരുടെ ഖണ്ഡിയിൽപ്പെട്ട ആളാണ്, ഇവരുടെ സംഘടനയിൽപ്പെട്ട ഹ്യൂമൻ റൈറ്റ്സ് കോപ്സ് ഉണ്ടോ. 25,000 രൂപ വാങ്ങിയേക്കുന്നു. 25,000. ഇതൊക്കെ അന്വേഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. കൂടാതെ നമുക്ക് ഇൻവെസ്റ്റിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് NBGRC കമ്മീഷൻ ന്യൂഡൽഹി ഇവരുടെ തട്ടിപ്പിൻ്റെ അകത്തുള്ള ഒരാളാണ്. ഇങ്ങനെയൊക്കെയാണ് ജനങ്ങളെ തട്ടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇപ്പോൾ അവർ പുതിയ ഒരു തട്ടിപ്പുമായിട്ട് രംഗത്ത് വന്നിരിക്കുകയാണ്. ഇതാണ് ഗൂഗിൾ പേയിൽ അവരുടെ ഇത് സ്ക്രീൻഷോട്ടൊക്കെ എടുത്ത് ഗൂഗിൾ പേ വഴി കൊടുത്ത് ഫേസ്ബുക്ക് വഴിയും ഇൻസ്റ്റാഗ്രാം വഴിയും യൂട്യൂബ് ചാനൽ വഴിയൊക്കെ പ്രസിദ്ധപ്പെടുത്തി പൈസ പൊതുജനങ്ങളിൽ നിന്ന് വാങ്ങുകയാണ്. ഇത് ജനങ്ങൾക്ക് തട്ടിപ്പാണെന്ന് മനസ്സിലായിട്ടും വീണ്ടും വീണ്ടും ഇവർ പ്രവർത്തിക്കുകയാണ്. എസ്റ്റാബ്ലിഷ്ഡ് ആസ് എ സിവിൽ സൊസൈറ്റി നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ എന്നാണ് ഇപ്പോൾ അടിച്ചിരിക്കുന്നത്. ഇൻകോർപ്പറേറ്റഡ് അണ്ടർ ദ ലെജിസ്ലേഷൻ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. ഇതിനകത്ത് ബഹുമാനപ്പെട്ട മുൻ വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി പോലും ഇതിനകത്ത് ഉത്തരവിട്ടിരിക്കുകയാണ്. അറിയാതെട്ടാണ്. ഇവരുടെ വിവിധ ലെറ്റർ ഹെഡുകളെല്ലാം എനിക്ക് പൊതുജനങ്ങൾ എനിക്ക് അയച്ചു തന്നുകൊണ്ടിരിക്കുകയാണ്. ഇവരുടെ മെമ്പർഷിപ്പിന്റെ ഫോമാണിത്. ഹ്യൂമൻ റൈറ്റ്സ് കോപ്സ് ഇൻ UN ചാർട്ടർ എന്നൊക്കെ വെച്ചിട്ടുണ്ട്. ഇതാണ് ഇവരുടെ ഫോം. ഇതിൻ്റെ അകത്ത് പോലീസ് വെരിഫിക്കേഷനൊക്കെ പറഞ്ഞ് ഇവര് നിരവധി ആളുകളുടെ കയ്യിൽ നിന്നും പൈസ വാങ്ങുന്നുണ്ട്. ഇവരൊരു പുതിയ തട്ടിപ്പാണ്. ഇപ്പോൾ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പേരിലാണ് ഇപ്പോൾ ഇവര് തട്ടിപ്പുമായിട്ട് ഇറങ്ങിയിരിക്കുന്നത്. പോലീസ് ഉദ്യോഗസ്ഥരെ വരെ വിളിച്ച് നമ്മുടെ വീടുകളിൽ എന്തെങ്കിലും കുടുംബ പ്രശ്നങ്ങളുണ്ടെങ്കിലോ അല്ലെങ്കിൽ വസ്തു തർക്കങ്ങളുണ്ടെങ്കിലോ ഇവർ ബന്ധപ്പെടും. നമ്മുടെ ഫോൺ നമ്പറിൽ ഇവരുടെ ശൃംഖലകളുണ്ട്. പല പഞ്ചായത്തുകൾ കേന്ദ്രീകരിച്ചും ജില്ലകൾ കേന്ദ്രീകരിച്ചും മുനിസിപ്പാലിറ്റികൾ കേന്ദ്രീകരിച്ചും ഇവരുടെ ശൃംഖലയിലെ ആൾക്കാർ ഡൽഹിയിലെ മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാൻ എന്ന് പറഞ്ഞ് ഇദ്ദേഹത്തിന് നമ്പർ കൊടുക്കും. എന്നിട്ട് ഇദ്ദേഹം ഒരു സ്ത്രീയെ വിളിക്കുന്ന ഒരു ചെറിയൊരു വോയിസ് ഞാൻ കേൾപ്പിക്കാം. ഹലോ, ഇത് വിളിക്കുന്നത് ഡൽഹിന്നാണേ. മക്കളെ ആരാണ്ട് കാണാൻ പോയോ? മക്കളല്ല സാറേ, എന്റെ ഹസ്ബൻഡിനെ കാണാതെ പോയേ. ഹസ്ബൻഡിനെയാണോ? എന്നാ കാണാൻ പോയേ? ഞായറാഴ്ചയാണ് നമ്മളെ ലാസ്റ്റ് വിളിച്ചതേ. അതിന് ശേഷമാണ് വിളിയില്ല. ഇത്രയും ദിവസമായി ഒരു അറിവുമില്ല. എവിടെ പോവാന്ന് പറഞ്ഞാ പോയേ? ഞങ്ങളുടെ അടുത്തുനിന്ന് വേറൊരു സ്ഥലത്ത് പോയി എന്നാണ് പണിയുന്നത്. അപ്പൊ ശനിയാഴ്ചയൊക്കെ വന്ന് കൊച്ചിനെ കടയിലൊക്കെ കൊണ്ടുപോകും. അപ്പൊ കൊച്ചിനോട് പറഞ്ഞു എനിക്ക് 3 പിള്ളേരാണ്. ഒരുപാടുണ്ട് സംസാരം. അവരുടെ വീട്ടിലാണ് കൂടുതൽ പണി. സ്ത്രീകളെ ചൂഷണം ചെയ്യുകയാണ്. ശനിയാഴ്ച അവിടുന്ന് മുളക് പറിച്ചിട്ട് ഇറങ്ങിയത് ഉണ്ടായിരുന്നു. മുളക് പറിക്കുന്നുണ്ടായിരുന്നു. പിന്നെ പോലീസിൽ പരാതി കൊടുത്തോ? ഇത് കണ്ടില്ലെന്ന് വന്നപ്പോ ഓടിക്കൊണ്ടുപോയി പറഞ്ഞു കഴിഞ്ഞിട്ട് ഇന്നലെ ഞാൻ പരാതി കൊണ്ടുപോയി എഴുതി കൊടുത്തു. പടിമാലി സ്റ്റേഷൻ. അനീഷിനെ കാണാതെ പോയിരിക്കുന്നല്ലേ? അനീഷിനെ എന്നാ കാണാതെ പോയിരിക്കുന്നേ? ശരി. അപ്പൊ ഈ ഫോൺ സന്ദേശങ്ങളൊക്കെ ഫോണൊക്കെ നോക്കിയായിരുന്നു? ഇദ്ദേഹം അന്വേഷണ ഉദ്യോഗസ്ഥനെ പോലെ വിളിച്ച് സംസാരിക്കുകയാണ്. എന്നിട്ട് ഇദ്ദേഹം പോലീസ് വിളിക്കുകയാണ്. ഡൽഹിന്നാണേ. രാഷ്ട്രവാദി ജനതാ പാർട്ടിയുടെ നാഷണൽ ജനറൽ സെക്രട്ടറി. രാഷ്ട്രവാദി ജനതാ പാർട്ടിയുടെ നാഷണൽ സെക്രട്ടറി ആണെന്ന്. രാഷ്ട്രവാദി ജനതാ പാർട്ടിയുടെ രാഷ്ട്രവാദി ജനതാ പാർട്ടി എന്ന് പറയുന്ന ഒരു പഞ്ചായത്തിൽ മെമ്പർ പോലും ഇല്ലാത്ത
100 അണികൾ പോലും ഇല്ലാത്തൊരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവാണെന്ന് പറഞ്ഞ് ഇദ്ദേഹം വിളിക്കുന്നത് ഇപ്പൊ രാഷ്ട്രവാദി ജനതാ പാർട്ടി. അതിന്റെ വിവരം അറിയാനായിട്ട് സാറേ. ഞാനേ സ്പെഷ്യൽ ബ്രാഞ്ചിലെ ഐഎസ്ഐയാണ് അന്വേഷണം. ഹലോ, ഗുഡ് മോർണിംഗ് മാഡം. ഇത് ഡൽഹിയിൽ നിന്നാണ് വിളിക്കുന്നത്. രാഷ്ട്രവാദി ജനതാ പാർട്ടിയുടെ നാഷണൽ ജനറൽ സെക്രട്ടറിയാണ്. എന്റെ പേര് ഷാജി ജേക്കബ് എന്നാണ്. ഞാൻ വിളിച്ചത് മാഡത്തിന്റെ സ്റ്റേഷനിൽ ഒരു മിസ്സിംഗ് കേസ് ഉണ്ടായിരുന്നല്ലോ. ഇപ്പോൾ പുതിയ തട്ടിപ്പ് എന്ന് പറഞ്ഞാൽ രാഷ്ട്രവാദി ജനതാ പാർട്ടിയുടെ നാഷണൽ സെക്രട്ടറി എന്ന് പറഞ്ഞാണ് ഇദ്ദേഹം വിളിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് പ്രിയപ്പെട്ട ജനങ്ങൾ ജാഗ്രതയായിട്ടിരിക്കുക. നിങ്ങൾക്ക് ഫോൺ വിളി വന്നാൽ നിങ്ങൾ തീർച്ചയായും അടുത്തുള്ള പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെടുക. ഇത് തട്ടിപ്പാണ്, പുതിയ തട്ടിപ്പുമായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട എല്ലാവരും ഇത് മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്യണം, പൊതുജനങ്ങളിലേക്ക് എത്തിക്കണം. പൊതുജനങ്ങളിലേക്ക് എത്തിച്ച് പൊതുജനങ്ങളെ ചൂഷണം ചെയ്യുന്ന ഈ നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ, NHRC എന്നാണ്, നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കോപ്സ് എന്നാണ് വേറെ സംഘടന പേര്. ഹ്യൂമൻ റൈറ്റ്സ് കോപ്സ്, ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഈ സംഘടന ഇപ്പോൾ രാഷ്ട്രവാദി ജനതാ പാർട്ടി എന്ന് പറയുന്ന പുതിയൊരു പാർട്ടി രൂപീകരിച്ച് അതിന്റെ തട്ടിപ്പുമായിട്ടാണ് ഇറങ്ങിയിരിക്കുന്നത്. പ്രിയപ്പെട്ട എല്ലാവരും ഇത് മാക്സിമം ഷെയർ ചെയ്യുക. നിങ്ങളെല്ലാം ജാഗ്രതയായിട്ടിരിക്കുക, പോലീസിൽ വിവരം അറിയിക്കുക. ഒത്തിരി സ്നേഹത്തോടെ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും ഒത്തിരി നന്ദി അറിയിക്കുന്നു. താങ്ക് യു.